ഒരു സിനിമ തിയേറ്ററിൽ പരാജയപ്പെട്ടു, ശരിയാണ്, പല പ്രേക്ഷകർക്കും ഇഷ്ടപ്പെടാതെ പോയി. പക്ഷേ ആ സിനിമ തന്നെ പിൽക്കാലത്ത് വലിയ രീതിയിൽ വാഴ്ത്തപ്പെടുന്നത് കാണുമ്പോൾ ഞെട്ടലുണ്ടാക്കുന്നത്. കാരണം എന്തുകൊണ്ട് ഈ ചിത്രം തിയേറ്ററിൽ ഹിറ്റായില്ല എന്ന് അതിശയപ്പെടുന്ന ഒരു തലമുറ വീണ്ടും എത്തുന്നുണ്ട്. അതെന്താണ് കാരണം? അങ്ങനെ നോക്കിയാൽ നിരവധി സിനിമകളാണ് മോഹൻലാലിൻ്റെതായി അങ്ങനെ സംഭവിച്ചിട്ടുള്ളത്. ക്വാളിറ്റി വൈസും മേക്കിംഗ് വൈസും ഗംഭീര ചിത്രങ്ങൾ പിറന്നിട്ട് ആ ചിത്രങ്ങൾ തിയേറ്ററിൽ ശ്രദ്ധിക്കാതെ പോയ ഒരു മികച്ച സിനിമകൾ മോഹൻലാലിനുണ്ട് എന്നതാണ് നമുക്ക് പറയാനുള്ളത്. അതിൽ തന്നെ ഫാന്റസി എലമെന്റ്സ് ഒക്കെ ചേർന്നിട്ടുള്ള സിനിമകളാണ് ഗുരു, ദേവദൂതൻ, ഇപ്പോഴത്തെ മലക്കോട്ടെ വാലിബനും. ഈ മൂന്ന് ചിത്രങ്ങളെക്കുറിച്ച് പ്രേക്ഷകർ തന്നെ പറഞ്ഞുകൊണ്ട് എത്തുകയുണ്ടായി കഴിഞ്ഞ ദിവസങ്ങളിൽ. വിലമതിക്കാനാകാത്ത ഒരു സൃഷ്ടിയെ കൂടി നാം മലയാളികൾ കാണാതെ പോകുന്നുണ്ട് എന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ? ഈ മൂന്ന് സിനിമകൾ അല്ലാതെ വേറെ ഏതെങ്കിലും ലാലേട്ടൻ ക്ലാസിക് നിങ്ങൾക്ക് ആർക്കെങ്കിലും ഓർമ്മയുണ്ടോ? നിങ്ങളുടെ അഭിപ്രായം രേഖപ്പെടുത്തൂ എന്ന് പറഞ്ഞുകൊണ്ട് ഈ മൂന്ന് ചിത്രങ്ങളെക്കുറിച്ച് പറഞ്ഞുകൊണ്ടാണ് പ്രേക്ഷകർ സോഷ്യൽ മീഡിയയിൽ എത്തിയത്. ഈ അടുത്തിടയ്ക്ക് മലക്കോട്ടെ വാലിബൻ സ്വീകരിക്കപ്പെടാതെ പോയതും എന്നാൽ ഒരു വിഭാഗം പ്രേക്ഷകർക്ക് ഗംഭീരമായി കണക്ട് ആയതും ആയിരുന്നു ഈ ചിത്രം. പ്രേക്ഷകർ സ്വീകരിച്ചില്ലെങ്കിൽ പിന്നീട് ഒന്നും പറഞ്ഞിട്ട് കാര്യമില്ല എന്ന രീതിയിൽ പല രീതിയിൽ വർത്തമാനങ്ങളും ഉണ്ടായി. പക്ഷേ പിൽക്കാലത്ത് ഈ ചിത്രങ്ങളൊക്കെ ഗംഭീര രീതിയിൽ സ്വീകരിക്കപ്പെടുന്നു എന്നതാണ് വലിയ കൗതുകം. വാലിബൻ നിങ്ങളൊക്കെ കാണുന്ന കുറവ് എന്താണ് എന്നാണ് പലരും ചോദിക്കുന്നത്. ഒരു ക്ലാസിക് മൂവിയെ ഇത്ര താഴ്ത്തിക്കെട്ടാൻ കൊട്ടേഷൻ വാങ്ങിയവരാണോ? അതിന്റെ പിന്നിലെ കഷ്ടപ്പാട് മനസ്സിലാക്കാതെ പോകരുത്. ഇതൊക്കെ കൊണ്ടാണ് ഇവിടെ ഒരു നല്ല സിനിമ ഇറങ്ങാത്തത് എന്ന് ചില പ്രേക്ഷകർ വ്യക്തമാക്കുന്നു. പക്ഷേ ഈ സിനിമ കാണാത്തവരും കണ്ടിട്ട് കുറ്റം പറയുന്നവരും ആരാണെന്ന് നിങ്ങൾക്ക് അറിഞ്ഞുകൂടെ എന്നതാണ് പലരും ചോദിക്കുന്നത്. എല്ലാവർക്കും അതിന്റെ പിന്നിൽ നടന്ന കാര്യങ്ങളെക്കുറിച്ച് അറിയാമെന്ന രീതിയിൽ തന്നെയാണ് അവർ മറുപടികളും പറയുന്നത്. ദേവദൂതൻ, ഗുരു എന്നീ രണ്ട് ചിത്രങ്ങളെ പുകഴ്ത്തി പറയുന്നവർ എന്തിന് വാലിബനെ കുറിച്ച് പറയുന്നു എന്നാണ് ചോദിക്കുന്നത്. ഈ ദേവദൂതനും ഗുരുവും ഇതുപോലെ തന്നെ തഴഞ്ഞതാണ് പല പ്രേക്ഷകരും അന്നത്തെ കാലത്ത്. പക്ഷേ ഇന്ന് വാട്ടിപ്പാടുന്നു. വാലിബനെ ഇപ്പോൾ തഴയുന്നു. പക്ഷേ ഒരു ടൈമിൽ വാലിബനെ വാട്ടിപ്പാടുന്ന അവസരം വരിക തന്നെ ചെയ്യും. എന്താണ് ഇങ്ങനെ സംഭവിക്കുന്നത്? എന്താണ് ഇതിന് പിന്നിലുള്ള കാരണം? ഓരോ സിനിമയ്ക്കും അതിനനുസരിച്ചുള്ള ഓഡിയൻസ് ആവശ്യമാണ്. ഒരു ക്വാളിറ്റി ഓഡിയൻസ് വേണമെന്ന് പറയുമ്പോൾ മോഹൻലാൽ ചിത്രങ്ങൾ പലപ്പോഴും ഇതേ കാര്യങ്ങൾ ആവർത്തിച്ചിട്ടുണ്ട്. തൂവാനത്തുമ്പികൾ അടക്കമുള്ള ചിത്രങ്ങൾ മോഹൻലാലിൻ്റെതായി എടുത്തു നോക്കാം. അന്ന് തഴഞ്ഞ ആ സിനിമകൾ ഇന്ന് വാഴ്ത്തിപ്പാടുകയാണ്. മോഹൻലാൽ സിനിമകൾക്ക് മാത്രമാണ് ഇങ്ങനെയുള്ള ചില കാര്യങ്ങൾ സംഭവിക്കുന്നത്. റിപ്പീറ്റ് വാല്യൂയാണ് മോഹൻലാലിന്റെ സിനിമകളുടെ ഏറ്റവും വലിയ ഗുണം. ഇന്നും ടിവികളിലും മറ്റ് പ്ലാറ്റ്ഫോമുകളിലും എത്തിയാൽ ഗംഭീര കാഴ്ചക്കാരാണ് ആ ചിത്രത്തിന് കിട്ടുകയും ആ ചിത്രത്തെ പുകഴ്ത്തി പാടുകയും ചെയ്യാറുണ്ട്. ഈ അടുത്തിടയ്ക്ക് ദേവദൂതനൊക്കെ വലിയ സപ്പോർട്ടാണ് ആ ചിത്രത്തിന് ലഭിച്ചുകൊണ്ടിരിക്കുന്നത്. വലിയ രീതിയിൽ ചർച്ച ചെയ്യപ്പെടുന്ന ചിത്രമായി ദേവദൂതൻ മാറി. ഗുരുവൊക്കെ കുറെ നാളായി വലിയ രീതിയിൽ ചർച്ച ചെയ്യുന്ന സിനിമകൾ തന്നെയാണ്. ഇതൊന്നും തിയേറ്ററിൽ സ്വീകരിച്ചില്ല. ഇനിയിപ്പോൾ വരാൻ പോകുന്നത് വാലിബന്റെ കാര്യമായിരിക്കും. താഴ്വാരം, കന്മദം, കാലാപ്പാനി എന്നിവയൊക്കെ മികച്ച സൃഷ്ടികളും സാമ്പത്തികമായി അന്ന് നഷ്ടം ഉണ്ടാക്കാത്ത ചിത്രങ്ങളുമാണ്. ഫാൻസ് അഭിപ്രായം ഈ ചിത്രങ്ങൾക്ക് നല്ലതും ആയിരുന്നു. പക്ഷേ ഗുരു, ദേവദൂതൻ, ദശരഥം എന്നീ ചിത്രങ്ങൾ കാലത്തിന് മുമ്പ് സഞ്ചരിച്ച ചിത്രങ്ങളാണെന്ന് പറയാതെ വയ്യ. അതിൽ മോഹൻലാലിന്റെ അഭിനയം നമ്മളെ ഇന്നും അതിശയപ്പെടുത്തിക്കൊണ്ടിരിക്കുന്നു. പക്ഷേ പാദമുദ്ര എന്ന ചിത്രം വലിയൊരു അളവ് വരെ നല്ല സിനിമയായിട്ടും പ്രേക്ഷകർ അന്നത്തെ കാലത്ത് നഷ്ടപ്പെടുത്തിയ ചിത്രമാണ്. ഇന്ന് വാലിബൻ അത് ആവർത്തിക്കുന്നു. ഇന്ത്യൻ സിനിമയിൽ തന്നെ ഇതുവരെ പരീക്ഷിക്കാത്ത ഒരു ജോണർ തന്നെയാണ് അതിന്റെ കഥാതന്തുവും അവതരണവും. മോഹൻലാൽ അഭിനയിച്ച കഥാപാത്രങ്ങളിൽ വാലിബൻ ഒരു മികച്ച അനുഭവം നൽകുന്നുണ്ട്. 10-15 വർഷം കഴിയുമ്പോൾ ഈ സിനിമയും അന്നത്തെ തലമുറയ്ക്ക് ഒരു പാഠപുസ്തകമാവില്ല എന്ന് ആര് കണ്ടു? അങ്ങനെ മോഹൻലാലിന്റെ നിരവധി സിനിമകളെ കുറിച്ച് പറഞ്ഞുകൊണ്ട് പ്രേക്ഷകരും എത്തുകയാണ്. എന്താണ് ഇതിന് കാരണം? ഒരു കാലത്ത് സ്വീകരിക്കപ്പെടാത്ത സിനിമ പിൽക്കാലത്ത് വലിയ രീതിയിൽ ചർച്ച ചെയ്യപ്പെടുന്നു. അത് വേറെ നടനും പറയപ്പെടുന്ന മഹാനടനായ മമ്മൂട്ടിക്ക് പോലും സംഭവിക്കുന്നില്ല. മോഹൻലാലിന്റെ സിനിമകൾ ഇപ്പോൾ വാഴ്ത്തിപ്പാടുന്നത് എന്തുകൊണ്ടാണ്? അന്ന് അത് സ്വീകരിക്കപ്പെട്ടില്ല. പക്ഷേ ഇന്നത്തെ കാലത്ത് ഗംഭീരമായ ചർച്ചകളും അതൊരു ഗംഭീര സിനിമയാണെന്ന് പറയുകയും ചെയ്യുന്നു. കാലത്തിന് മുമ്പേ സഞ്ചരിച്ച മോഹൻലാൽ ചിത്രങ്ങൾ നിങ്ങൾക്ക് പറയാൻ കഴിയുമോ? ഇതല്ലാതെ